ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ കുറേ ദിവസമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള താങ്ക് യു പോസ്റ്റുകളൊക്കെ ഒരു അവസാനമിട്ട് ഇപ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 2 സൈനിങ് അനൗൺസ്മെൻറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, 2 കോച്ചുമാരുടെ നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ചുമാരുടെ വരവായിരുന്നു. അവരുടെ സൈനിങ് അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേതായിട്ടുള്ള നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ച് എന്ന് വെച്ചാൽ ബിജോൺ വെസ്ട്രോം എന്ന് പറഞ്ഞുള്ള ഒരു സ്വീഡിഷ് പരിശീലനമാണ്. അപ്പോൾ പേര് അങ്ങനെ തന്നെയാണ്, താരത്തിൻ്റെ പറയാതെ തോന്നുന്നു. അപ്പോൾ 51 വയസ്സുകാരനാണ്, അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പരിശീലനമാണ്. അതുപോലെ തന്നെ നമ്മുടെ മിക്കായൽ സ്റ്റാറയുമായിട്ട് മുമ്പ് വർക്ക് ചെയ്തുള്ള ഒരു പരിശീലനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ടീമിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ടാവുക. ഈ AIK എന്ന് പറഞ്ഞുള്ള സ്വീഡിഷ് ക്ലബ്ബിൽ നമ്മുടെ മിക്കായൽ സ്റ്റാറയോടൊപ്പം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ പരിശീലകൻ നിന്നിട്ടുള്ളതും ഈ AIK എന്ന ക്ലബ്ബിലാണ്. അവിടെ പല ജോബുകളും ചെയ്തിട്ടുണ്ട്. സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട്, ചീഫ് സ്കൗട്ടായിട്ട്, അതുപോലെ സ്പോർട്ടിംഗ് ഡയറക്ടർ, പിന്നെ അതുപോലെ ഡയറക്ടർ ഓഫ് ഫുട്ബോളായിട്ടൊക്കെ താരം വർക്ക് ചെയ്തിട്ടുണ്ട് മറ്റു ക്ലബ്ബുകളിലൊക്കെ ആയിട്ടൊക്കെ. ഇപ്പോൾ ലാസ്റ്റ് ഡയറക്ടർ ഓഫ് ഫുട്ബോളായിട്ടൊരു ഒദൻസെ എന്ന് പറഞ്ഞുള്ള ഒരു ഡച്ച് ഫസ്റ്റ് ടയർ ക്ലബ്ബിലായിരുന്നു ലാസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പരിശീലനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളൊരു അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ മറ്റൊരു അസിസ്റ്റൻറ്റ് പരിശീലകൻ ആരെന്ന് വെച്ചാൽ അത് പോർച്ചുഗീസ് പരിശീലകനായ ഫെഡറിക്കോ പെരേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിശീലകനാണ്. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ സെറ്റ് പീസിനൊക്കെ ആയിട്ട് വേണ്ടി എത്തിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും കയ്യിൽ നമ്മുടെ ഇവാൻ ആശാൻ്റെ കീഴിൽ 3 സീസൺ നമ്മൾ കളിച്ചതിൽ ഏറ്റവും ഒരു ഇതായിട്ട് നിന്നുണ്ടായിരുന്നത് ഈ സെറ്റ് പീസുമായി ഗോൾ കണ്ടെത്തുക, അതുപോലെ തന്നെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഒക്കെ വളരെ മോശമായിരുന്നു ഇവാൻ ആശാൻ്റെ കീഴിൽ. എങ്ങനെയാലും ഈ പരിശീലനം മിക്കായൽ സ്റ്റാറൊക്കെ കീഴിൽ ഈ സെറ്റ് പീസിലൂടെ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുക എന്നതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരിശീലനമാണ് മിക്കായൽ സ്റ്റാറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിനെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റ് പീസിനായിട്ട് മാത്രമായി എത്തിച്ചതല്ല, ഒരു നല്ലൊരു ടാക്ടീഷ്യൻ കൂടി തന്നെയാണ് ഈ 36 വയസ്സുകാരനായ പോർച്ചുഗീസ് പരിശീലകനായ ഫെഡറിക്കോ. അപ്പോൾ ഈ മൊണോക്കോയുടെ ഫ്രഞ്ച് ടീമായ മൊണോക്കോയുടെ യൂത്ത് ടീമിനൊക്കെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ക്ലബ്ബുകളിലൊക്കെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് സെറ്റ് പീസിൽ പ്രത്യേകിച്ച് കഴിവുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ നല്ലൊരു കോച്ച് തന്നെയാണ്, മോഡേൺ ഫുട്ബോളിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു പരിശീലകനാണ്. അപ്പോൾ എങ്ങനെയായാലും ഈ 2 സൈനിങ്ങും നല്ല ഒരു ഗ്രേറ്റ് സൈനിങ് ആയിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെറ്റ് പീസിലൊക്കെ നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു പരിശീലനം എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഇത്തവണ കൂടുതൽ സെറ്റ് പീസിൽ നിന്ന് ഗോളുകളൊക്കെ കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിലൂടെ തന്നെ ഈ സൈനികളിലൂടെ തന്നെ അവർ മറ്റൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോൾ കീപ്പിംഗ് കോച്ചായ സ്ലാവൻ തന്നെ ആയിരിക്കും വരും സീസണിലും നമ്മുടെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് തുടരുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ അസിസ്റ്റൻറ്റ് പരിശീലനായിട്ട് DJ പുരുഷോത്തമൻ തന്നെ വരും സീസണിലും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന അപ്ഡേറ്റുകൾ. വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 പരിശീലകരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്.